കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ബൈ ലേൺവൈസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ PGയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിട്ടുള്ള അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ഒരു പ്രീവിയസ് പാറ്റേൺസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഗ്നോന്റെ എക്സാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എന്താണ് PYQs ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാംസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുള്ള എക്സാംസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് MPCE 046 അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ആണ്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2023 ജൂൺ മുതൽ 2025 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ഒരു അനാലിസിസ് നടത്തി, ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾക്കൊരു പ്രഡിക്റ്റീവ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ PYQUA അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് നമ്മൾ എന്താണ് നിങ്ങളുടെ സിലബസിലെ ഓരോ ബ്ലോക്കിലും ഇമ്പോർട്ടൻ്റ് ആയതും ഓരോ ടോപ്പിക്കുകളും ഓരോ യൂണിറ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതും എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള റിക്കറിംഗ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ എത്ര പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, പിന്നെ അതേപോലെ നിങ്ങൾക്കൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നമ്മൾ ഡിസംബർ 25 എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ അതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് വരുന്നതെന്നും മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിന്നൊക്കെ ഏതൊക്കെ ബ്ലോക്കുകൾ, ഏതൊക്കെ യൂണിറ്റുകൾ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. സോ ഈ ഒരു സെഷനിലൂടെ ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്കൊരു കോൺഫിഡൻസും നിങ്ങൾക്കൊരു ഒരു എക്സാം റെഡി പ്രിപ്പറേഷനും തരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ സിലബസ് മാപ്പിങ്ങിൽ നമ്മൾ ഓരോ ടോപ്പിക്കും പറയുന്നുണ്ടാകും. അതിൽ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 അതിലധികമോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 5 to 9 അപ്പിയറൻസസ് വരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലോ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 or less than 5 അതിലധികമോ കുറവുള്ള അപ്പിയറൻസസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ ബ്ലോക്ക് 1ൽ നിന്ന് യൂണിറ്റ് 1 ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1ലെ കൺസെപ്റ്റും സ്കോപ്പും പോസിറ്റീവ് സൈക്കോളജിക്ക് ബാക്കിയുള്ള ഫീൽഡുകളുമായി തമ്മിലുള്ള റിലേഷൻഷിപ്പും നമ്മൾ ഹൈ ലെവലായിട്ട് തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റിലെ റിസർച്ച് മെത്തേഡ്സും എത്തിക്സും ചോദിച്ചിട്ടുണ്ട്. തേർഡ് യൂണിറ്റിലെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവും ഇന്ത്യൻ വ്യൂവും കൾച്ചറൽ ഇംപ്ലിക്കേഷൻസും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4ലെ ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത്തും VIA ക്ലാസിഫിക്കേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, എംപതി, കൈൻഡ്നെസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 5ലെ ഇൻട്രാപേഴ്സണൽ സ്ട്രെങ്ത് അതായത് മൈൻഡ് സെറ്റ്, ഗ്രിറ്റ്, സെൽഫ് കമ്പാഷൻ, സെൽഫ് ഫോർഗീവ്നെസ് ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് 2ലോട്ട് വരുന്ന സമയത്ത് പോസിറ്റീവ് ഇമോഷൻസും ഇമോഷണൽ ഇന്റലിജൻസും ഹാപ്പിനെസ്സും അതിന്റെ മോഡൽസും ഫാക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3ലോട്ട് വരുന്ന സമയത്ത് സെൽഫും അതിന്റെ കൺസെപ്റ്റും സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി, സെൽഫ് റെഗുലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. റെസിലിയൻസിലെ 4 വേവ്സും അതിന്റെ മോഡൽസും അപ്ലിക്കേഷൻസും ചോദിച്ചിട്ടുണ്ട്. ഒപ്റ്റിമിസത്തിലോട്ട് വരുന്ന സമയത്ത് ഒപ്റ്റിമിസും ഹോപ്പും അതിന്റെ തിയറീസും ബെനിഫിറ്റും റിസ്ക്കും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 11ലോട്ട് വരുന്ന സമയത്ത് ഫ്ലോവും മൈൻഡ്ഫുൾനെസ്സും മീനിങ്, കമ്പോണൻസ്, ഇന്റർവെൻഷൻസ് ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്.
ബ്ലോക്ക് 4 യൂണിറ്റ് 12 പോസിറ്റീവ് സ്കൂളിങ്ങും പാരന്റിങ്ങും, യൂണിറ്റ് 13 റിലേഷൻഷിപ്പും ഫാമിലിയും ആൻഡ് ഏജിങ്ങിലുള്ള പോസിറ്റീവ് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. വർക്ക് പ്ലേസിലുള്ള ആപ്ലിക്കേഷനും അതേപോലെ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5 സ്ട്രെസ് മാനേജ്മെന്റും പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തും ചോദിച്ചിട്ടുണ്ട്. യോഗ ആൻഡ് മെഡിറ്റേഷൻസും അതിന്റെ ബെനിഫിറ്റും മോഡേൺ പ്രാക്ടീസസും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 17 വരുന്ന സമയത്ത് കറന്റ് ട്രെൻഡ്സും ഫ്യൂച്ചർ ഡയറക്ഷൻസ് എന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റിൽ നിന്നും എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതിൽ തന്നെ നമ്മൾ കൂടുതൽ കുറവ് എന്നുള്ള രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 നിന്നും ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 2 നിന്ന് കുറവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് 2 എന്ന് പറയുന്ന ആകെ 2 യൂണിറ്റേ ഉള്ളൂ. ഓക്കെ, സോ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓരോന്നിനും പ്രിഫറൻസ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ തന്നെ യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 1 നിന്നും അതേപോലെ തന്നെ യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 8, യൂണിറ്റ് 11, യൂണിറ്റ് 15 ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 16 ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എല്ലാ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ കുറവ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു യൂണിറ്റിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 17 യൂണിറ്റ് 3 കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ഇനി ഡിസംബർ 2025 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 3 ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഒന്ന് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസിന്റെ മോഡൽസും അതിന്റെ കൾച്ചറൽ ഡയമെൻഷൻസും ചോദിക്കാറുണ്ട്. അതേപോലെ വേറെ സെക്കൻഡത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്ട്രെങ്ത്തും വെർച്യൂസും ആണ്. VIA ക്ലാസിഫിക്കേഷനും ഗ്രിറ്റ് റിലേറ്റഡ് എസ്സേസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൈൻഡ്ഫുൾനെസ്സും ഫ്ലോയും അതിന്റെ തിയററ്റിക്കൽ ബേസും അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇന്റർവെൻഷൻസിനെ കുറിച്ചിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് എസ്സേസും മീഡിയം ആൻസറും ഷോർട്ട് നോട്ടും കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഐറ്റംസും ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിനുള്ള എക്സാം ആണ്. സോ ലോങ് എസ്സേസ് എപ്പോഴും 20 മാർക്ക് നമ്മളൊരു 600, 650 വേർഡ്സ് ഒക്കെ എഴുതേണ്ട ഒരു എസ്സേസ് ആയിരിക്കും. ഒരു 10 to 12 പേപ്പർ നമ്മൾ എഴുതണം. മീഡിയം ആൻസർ ഒരു 10 മാർക്കിനായിരിക്കും. ഓക്കെ, അതൊരു 220 അല്ലെങ്കിൽ 280 വേർഡ്സ് നിങ്ങൾ എഴുതണം. ഒരു 25 to 30 പേപ്പർ എന്താണ് നമ്മൾ എഴുതണം. സോറി, അത്രയും ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് 5 മാർക്സിനാണ്. അത് 9 to 120 വേർഡ്സ് എഴുതണം. കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഐറ്റംസ് 3 to 5 മാർക്സിനായിരിക്കും. അത് 60 to 80 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതിൽ നമ്മൾ ലോങ് എസ്സേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലോങ് എസ്സേസിൽ നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്ലിക്കേഷൻസും തിയറീസും ഡെഫിനിഷൻസും സബ് തിയറീസും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചതാണ് ലോങ് എസ്സേ എന്ന് പറയുന്നത്. മീഡിയം ആൻസേഴ്സ് നമ്മൾ കുറച്ചും കൂടിയൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കോർ മോഡൽസ് എന്താണെന്നും ഇന്റർവെൻഷൻസ് എന്താണെന്നും ഒരു 2 കോർ ആർഗ്യുമെന്റ്സും അപ്ലൈഡ് എക്സാമ്പിൾസും നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് 10 മാർക്ക് എസ്സേസ് എഴുതാം. ഷോർട്ട് നോട്ട്സിൽ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് കറക്റ്റ് അതിനുള്ള ആൻസർ, വേറെ ഇൻട്രോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റും അപ്ലിക്കേഷനും ഡെഫിനിഷനും കൊടുത്താൽ മതി. കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷനിൽ നമ്മൾ എന്താണോ ചോദിച്ചത് അതിനുള്ള മാർക്കിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. അധികം നീട്ടി വലിച്ചിട്ട് സമയം വേസ്റ്റ് ആക്കരുത്. കാരണം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടാകും. എല്ലാ ക്വസ്റ്റ്യനും എന്തായാലും അറ്റൻഡ് ചെയ്യുക, ഒരു കാരണവശാലും മിസ്സാക്കരുത്. സോ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈമും മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ ആൻസറും എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്ക് വൈസ് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3 നിന്ന് 24 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 21 മാർക്കും ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 5ഉം കമ്പാരിറ്റീവ്ലി ഈക്വൽ ആയിട്ട് 20 മാർക്ക് ഈച്ച് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 15 മാർക്കിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ എപ്പോഴും വെയിറ്റേജ് കൊടുക്കേണ്ടത് നമ്മുടെ ലോങ് എസ്സേസിനാണ്. കാരണം അത് 20 മാർക്കിനാണ്.
പിന്നെ അതേപോലെ കേസ് ആൻഡ് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, റീസെന്റ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ അതും ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മളൊരു പ്രിപ്പറേഷൻ ടിപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് 20 മാർക്ക് എസ്സേസ് 2 എഴുതാനുണ്ടാകും. സോ അതിനൊരു 55 മിനിറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, എല്ലാതും എഴുതാൻ. 2 ക്വസ്റ്റ്യനും എഴുതാൻ 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യുക. പിന്നെ 10 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടാവും. അതിന് ടോട്ടൽ ഒരു 80 മിനിറ്റ് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സിന് 2 ഷോർട്ട് നോട്ട് എഴുതാനുണ്ടാവും. അതിനൊരു 25 മിനിറ്റ് വീതം മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഫൈനൽ ആയിട്ടൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി കഴിഞ്ഞ് ആൻസർ ഒക്കെ എഴുതിയിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ റിവ്യൂ എന്നുള്ള രീതിയിൽ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കേട്ടിട്ടില്ലേ എന്നുള്ളത് കറക്റ്റ് നോക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ള ഒരു ടൈമാണ് ലാസ്റ്റ് 10 മിനിറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ട് അത് ആദ്യം എഴുതി വെക്കാൻ നോക്കാം. കുറെ നേരം ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് പിന്നെ തൊട്ട് ലാസ്റ്റിലോട്ട് മാറ്റി വെക്കാൻ നോക്കാം കേട്ടോ. കാരണം നമ്മൾ സമയം ഒരിക്കലും നമുക്ക് മിസ്സാക്കരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഹാപ്പിനെസ് എന്താണെന്നും അതിന്റെ മോഡൽസും അതിന്റെ ഫാക്ടേഴ്സും. സെക്കൻഡ് വരുന്നത് ഗോൾസ് ആൻഡ് ടൈപ്പ് സ്റ്റെപ്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്, പോസിറ്റീവ് സൈക്കോളജിയിലെ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് സ്ട്രെസ്സും അതിന്റെ മാനേജിങ് അപ്രോച്ചും മൂന്നാമത്തെ ക്വസ്റ്റ്യന്. നാലാമത്തെ ക്വസ്റ്റ്യന് ഒപ്റ്റിമിസും അതിന്റെ ബെനിഫിറ്റും അതിന്റെ റിസ്ക്കും അതിന്റെ മോഡൽസും. അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസസ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പോസിറ്റീവ് സ്കൂളിങ്ങും അതിന്റെ മോഡൽസും കമ്പോണൻസും. ഏഴാമത്തെ ക്വസ്റ്റ്യന് സക്സസ്ഫുൾ ഏജിങ്ങിനെ കുറിച്ചിട്ടാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യന് മൈൻഡ്ഫുൾനെസ് എന്താണെന്നും അത് ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവെൻഷൻസ് എന്താണെന്നുമാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന് സൈക്കോളജിക്കൽ ക്യാപിറ്റലും അതിന്റെ കമ്പോണൻസും ഒരു കേസ് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി ഫാമിലി കോണ്ടെക്സ്റ്റിൽ വരുന്ന ആപ്ലിക്കേഷൻസും. സോ അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ തന്നെ ഹാപ്പിനെസിന്റെ കൺസെപ്റ്റ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റിസർച്ചിന്റെ ഗോൾസ് 3 പ്രാവശ്യം, സ്ട്രെസ് മാനേജ്മെന്റ് 3 പ്രാവശ്യം, ഒപ്റ്റിമിസം 3 പ്രാവശ്യം, ക്യാരക്ടർ സ്ട്രെങ്ത് 2 പ്രാവശ്യം, പോസിറ്റീവ് സ്കൂളിംഗ് 2 പ്രാവശ്യം, ഏജിങ് 2 പ്രാവശ്യം, മൈൻഡ്ഫുൾനെസ് 2 പ്രാവശ്യം, സൈക്കോളജിക്കൽ ക്യാപിറ്റൽ 2 പ്രാവശ്യം, ഫാമിലി കോണ്ടെക്സ്റ്റ് ആപ്ലിക്കേഷനും 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ 10 മാർക്കിനും. 20 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് സക്സസ്ഫുൾ ഏജിങ്ങും മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇന്റർവെൻഷനും ആണ്. സോ അതിനനുസരിച്ച് പഠിച്ചിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എന്തായാലും ഈ ടോപ്പിക് ഒരിക്കലും മിസ് ചെയ്യരുത്. സോ അത് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് തന്നെ റിവൈസ് ചെയ്തിട്ട് നിങ്ങളൊരു എന്താണ് എഴുതിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സാമിന് കോൺഫിഡൻസോട് കൂടിയിട്ട് അഭിമുഖീകരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. സോ ഈ ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രഡിക്ഷൻ അനാലിസിസ് എടുക്കുന്ന സമയത്ത് 60% ചാൻസ് ഉള്ളത് കൺസെപ്റ്റ് ആൻഡ് എയിം എന്നാണ്. റിസർച്ച് മെത്തേഡ്സിന് 80% ഉണ്ട്. VA ക്ലാസിഫിക്കേഷനും 80% സാധ്യതയുണ്ട്. പിന്നെ ഹാപ്പിനെസ് കൺസെപ്റ്റും 100%, അതെന്തായാലും ചോദിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ റെസിലിയൻസ് 60%, ഒപ്റ്റിമിസം 80%, മൈൻഡ്ഫുൾനെസ് 80%, പോസിറ്റീവ് സ്കൂളിംഗ് 60%, ഏജിങ് ആൻഡ് ഫാമിലി കോണ്ടെക്സ്റ്റും 80% ആണ്. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ 60%, സ്ട്രെസ് മാനേജ്മെന്റ് 80%, യോഗ ആൻഡ് മെഡിറ്റേഷൻ 16%. ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഡയറക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും 40% ചോദിച്ചു കണ്ടിട്ടുള്ളൂ. എന്നാലും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിനെ ഒരു ടയർ വൈസ് ആയിട്ട് പ്രയോറിറ്റി ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഹാപ്പിനെസ് വരുന്നുണ്ട്. റിസർച്ച് ആൻഡ് VA ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് ടോപ്പിക് ആണ്. മൂന്നാമത്തെ ടോപ്പിക് മൈൻഡ്ഫുൾനെസ്, ഏജിങ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഒപ്റ്റിമിസം. ഓക്കെ, പിന്നെ മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് ആണ് റെസിലിയൻസ്, പോസിറ്റീവ് സ്കൂളിംഗ്, സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, യോഗ ആൻഡ് മെഡിറ്റേഷൻ. ലോ പ്രോബബിലിറ്റി ടോപ്പിക് ആണ് കറന്റ് ട്രെൻഡ്സും ക്രോസ് കൾച്ചറൽ പെർസ്പെക്റ്റീവും. സോ ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്തിട്ട് പോവാം. പഠിച്ചാൽ മാത്രം പോരാ, റിവൈസും കൂടി ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയാണ്. കാരണം
നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം നടക്കുകയല്ലേ. അപ്പോൾ ഓരോ പേപ്പറും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് മറക്കാനുള്ള സാധ്യത തന്നെ. സോ റിവൈസ് ചെയ്യണം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നമ്മൾ December 2025 നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് ഒരു പ്രഡിക്റ്റീവ് പേപ്പർ തരികയാണ്. ഒരിക്കലും ഇത് തന്നെ അല്ല കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് മാക്സിമം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ 3 അവേഴ്സിന്റെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ സെക്ഷൻസിനും കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യണം. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ഉണ്ടാകും. സെക്ഷൻ എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്ട്രെങ്ത്തും അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും അതിന്റെ വേർച്യൂസും കൗൺസിലിംഗ് പ്രാക്ടീസസിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ഹാപ്പിനെസിന്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് സൈക്കോളജിക്കൽ റിസർച്ചിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പോസിറ്റീവ് സൈക്കോളജി സക്സസ്ഫുൾ ഏജിങ്ങിൽ വരുന്നതിനെ കുറിച്ചിട്ടും ഒപ്റ്റിമിസത്തിനും റെസിലിയൻസ് ആൻഡ് സോഷ്യൽ എൻഗേജ്മെന്റ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോങ് എസ്സേസിൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം അറ്റൻഡ് ചെയ്യാം. ഇനി സെക്ഷൻ ബിയിലോട്ട് വരുന്ന സമയത്താണ് ക്യാരക്ടർ സ്ട്രെങ്ത് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും അതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിന്. ഒപ്റ്റിമിസത്തിനെ കുറിച്ചിട്ടും അതിന്റെ തിയററ്റിക്കൽ അപ്രോച്ചസിനെ കുറിച്ചിട്ടും 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മൈൻഡ്ഫുൾനെസ്സും അതിന്റെ ഡയമെൻഷൻസും അതിന്റെ സൈക്കോളജിക്കൽ വെൽബീങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 7th ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. 8th ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സമയത്ത് പോസിറ്റീവ് സ്കൂളിങ്ങിനെ കുറിച്ചിട്ടും 9th ക്വസ്റ്റ്യനിൽ സൈക്കോളജിക്കൽ ക്യാപിറ്റലിനെ കുറിച്ചിട്ടും 10 മാർക്കിന് എസ്സേസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ 6 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സെക്ഷൻ സിയിലോട്ട് വരുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് ആണ് എഴുതാനുള്ളത്. 100 വേർഡ്സിന്റെ ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതിയാൽ മതി. 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാകും. സോ ഹെഡോണിക്കും യൂഡമോണിക് അപ്രോച്ചസും ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തും ലാസ്റ്റ് ക്വസ്റ്റ്യൻ യോഗ ആൻഡ് മെഡിറ്റേഷൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. എന്തായാലും ചോദിക്കുന്നു പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു പോവാ. ടോപ്പിക്കുകളൊക്കെ മിസ്സാക്കാതെ റിവൈസ് ചെയ്തിട്ട് പോവാ. നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. ഓക്കെ, സോ നല്ല രീതിക്ക് എക്സാം എഴുതാം. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.